ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വണ്ടിയുടെ 6ാമത്തെ സർവീസാണിന്ന്. ഇന്നലെ ഫുള്ളും മഴയൊക്കെ ആയിരുന്നു, വണ്ടിയിലൊക്കെ ചെളിയുമാണ്. നമ്മൾ നിയോ TVSലോട്ടാണ് കൊണ്ടുവന്നത്. സമയം ഇച്ചിരി ലേറ്റായിപ്പോയി, നല്ല ബ്ലോക്ക് ഉണ്ട്, കണ്ടില്ലേ? നമുക്ക് ആ റൈറ്റ് സൈഡിൽ കൂടെ വന്നിട്ട് U-ടേൺ എടുത്തിട്ടാണ് വരേണ്ടത്, അതുകൊണ്ട് നല്ല ടൈം എടുത്തു. ഇപ്പോൾ 8:53 നേരെ നല്ല ബ്ലോക്കുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഇഷ്യൂ എന്ന് പറയാൻ ബ്രേക്ക് ബൈറ്റ് ഇച്ചിരി കുറവാണ്. അതേപോലെ നമ്മുടെ ഈ ഒരു വിൻഡ് വൈസർ ഇച്ചിരി ലൂസാണ്. ഞാൻ തന്നെത്താണെന്ന് ടൈറ്റ് ചെയ്യാൻ നോക്കി, അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ഊരി ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോൾ തൊട്ട് അത് ലൂസാണ്. അത് അവിടെ നിന്നുകൊണ്ട് കാണിക്കണം. ചിലപ്പോൾ അവർ റബ്ബർ ബീഡിങ്ങും എല്ലാം വെച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. അതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ട് വണ്ടി ഓടിക്കുമ്പം. അത് നട്ടെല്ലാം ടൈറ്റാണ്, പക്ഷേ എന്നാലും അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള, അപ്പോൾ അതൊന്ന് ശരിയാക്കണം. പിന്നെ റെഗുലർ സർവീസ് പറ്റുമെങ്കിൽ ഓയിലും മാറണം. റെക്കമെൻഡഡ് 10,000 കിലോമീറ്റേഴ്സിൽ ഓയിൽ മാറാനാണ്, പക്ഷേ ഞാൻ 5K ആകുമ്പോൾ മാറും. കാരണം നമ്മൾ ലോങ് പോകാറുണ്ട്, ട്രാഫിക്ക് കുറേ കിടക്കാറുണ്ട്. ഓയിലൊക്കെ എന്തായാലും മാറുന്നതാണ് നല്ലത് ഫ്രീക്വൻ്റായിട്ട്. ബ്രേക്ക് എനിക്കൊന്ന് പാടി തീർന്നതായിരിക്കണം, അതിൻ്റെ ഒരു ബൈറ്റ് കുറവ് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഒരു എഫേർട്ട് ഇടുന്നുണ്ട്, ചെറിയൊരു എഫേർട്ട് ഇടുന്നു പറയുന്നു. സോ നമ്മളിവിടെ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 9:20 കഴിഞ്ഞപ്പോഴത്തേനും എത്തി. ബാക്കി ഇനി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കണം. സോ നമുക്ക് വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എമൗണ്ട് ആയിരിക്കുന്നത് 7,895 ആണ്. അതിൽ ഓയിൽ ചേഞ്ച്, 2 ബ്രേക്ക് പാഡ്, ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ചെയിൻ റെഗുലർ സർവീസ്, ഓയിൽ റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ എല്ലാം കൂടെ ഇപ്പം 7,895 ആയി. അതായത് 6th സർവീസാണ്, 25,000 കിലോമീറ്ററിൻ്റെ. അപ്പം ഇതാണ് ഓവറോൾ സ്റ്റാറ്റസ്. ഇനി വണ്ടി ഓടിച്ചിട്ട് എന്തൊക്കെ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ വണ്ടി നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെയിനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഗിയർ ഷിഫ്റ്റൊക്കെ നൈസാണ്. ഇവിടെ കൈ എടുത്ത് ഓടിക്കാനുള്ള റോഡില്ല. അവർ ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു, പക്ഷേ ഇവിടെ എന്ത് ചെയ്യാനാ, ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്, മൂവ്മെൻറ്റ് കുറവാണ്. ബൈറ്റ് കിട്ടാൻ ഇച്ചിരി ഒന്ന് ഓടി ഒന്ന് സെറ്റാണ് പാഡ്. ആ ചെയിനൊക്കെ തിളങ്ങിയിരിപ്പുണ്ട്. ഷോറൂമിൽ കൊടുക്കുമ്പോഴേ ഇങ്ങനെ തിളങ്ങാറുള്ളൂ. ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ വൃത്തിയാവാറില്ല. ഫസ്റ്റ് ജനറേഷൻ മോജോ ആണ് മുന്നേ ഇരിക്കുന്നത്. അതിനൊരു പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ട്, നല്ല രസം അത് കേൾക്കാൻ. ഈ 2 എക്സോസ്റ്റിൽ നിന്ന് വരുന്ന സൗണ്ടൊക്കെ. അതുകൊണ്ട് നിർത്തിയല്ലോ. അപ്പം വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കിൻ്റെ പാടെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ ഇതെല്ലാം മാറി.
അത് പിന്നെ ഇവിടെ കോൺസെൻറ്റിനൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് മാറേണ്ടി വരുമെന്ന്, പക്ഷെ അവർ മാറിയില്ല. അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, പക്ഷേ ചിലപ്പോൾ അടുത്ത സർവീസ് കഴിയുമ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് മാറേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. സോ നോക്കാം. പിന്നെ വേറെ വലിയ എക്സ്പെൻസ് എന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് 7,000 റുപ്പീസിൽ ഒതുങ്ങിയത്. കാരണം ബ്രേക്ക് പാഡൊക്കെ മാറുമ്പോൾ തന്നെ 3000 ചില്ലാനും. പിന്നെ ഉണ്ടായിരുന്നത് ഈ വൈസറിൻ്റെ അവിടെ നിന്നൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. വൈസർ ലൂസായിരുന്നു. ഒരു തവണ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫിറ്റ് വെച്ചാൽ അത് കറക്റ്റ് ലൈൻ അല്ലാത്തതുകൊണ്ട് എന്തോ ഒരു വൈബ്രേഷൻ അവിടെ നിന്നുണ്ടായിരുന്നു. അതവർ ടൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഓവറോൾ എക്സ്പീരിയൻസ്. ആക്ച്വലി വണ്ടി നമ്മളെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 10,000 കിലോമീറ്റേഴ്സിൽ ഓയിൽ ചേഞ്ചാണ്. ബട്ട് ഞാനൊരു 5K കിലോമീറ്റേഴ്സിലൊക്കെ മാറും. കാരണം നമുക്ക് എന്തായാലും ഓട്ടമുണ്ട്. വെറുതെ അത്ര ഓയിൽ അത്രയും ഓടിക്കേണ്ടെന്ന് വിചാരിക്കും. കാരണം ലോങ് പോകും, ട്രാഫിക്കിൽ കിടക്കും. സോ വെറുതെ ഇറ്റ് ഈസ് ബെറ്റർ ടു ചേഞ്ച്. സോ അതുകൊണ്ട് ഞാനൊരു 5000 കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ മാറാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് സർവീസിങ്ങിൻ്റെ ഓവറോൾ ഐഡിയയും പാർട്സിൻ്റെ കോസ്റ്റൊക്കെ ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം വീഡിയോ കണ്ടവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.